റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയും പുതുചരിത്രം കുറിക്കുകയും ചെയ്യുന്ന താരമാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ രോഹിത് ശർമ്മ. ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പര ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഹിറ്റ്മാൻ ചില റെക്കോർഡുകൾ സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാനിൽ ഒരാളായ രോഹിത് ശർമ്മ ഇന്ന് റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ സിക്സറുകൾ പറത്തിയാൽ താരത്തിന് പുത്തൻ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കും. വെറും 3 സിക്സറുകൾ സ്വന്തമാക്കാൻ സാധിച്ചാൽ ഏകദിന ഫോമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തിയ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് രോഹിത്തിന് സ്വന്തമാക്കാൻ സാധിക്കും. 351 സിക്സറുകളുമായി നിലവിൽ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്ന മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദിയേക്കാൾ 2 സിക്സറുകൾ മാത്രം അകലെയാണ് ഇന്ത്യൻ ഓപ്പണർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ രോഹിത് 3 സിക്സർ പറത്തിയാൽ പാകിസ്ഥാൻ ഇതിഹാസത്തെ മറികടന്ന് ഹിറ്റ്മാന് 1-ാം സ്ഥാനം സ്വന്തമാക്കാനാകും. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ രോഹിത്തിന്റെ ഫോം പരിഗണിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ താരം ഈ നേട്ടം കൈവരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം താരത്തിന്റെ ഏകദിന ഭാവി എന്താകുമെന്ന് അറിയാനും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വിരമിച്ച താരം ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യക്കായി ജേഴ്സി അണിയുന്നത്. 2027 ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC ഏകദിന ലോകകപ്പിൽ പങ്കെടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് രോഹിത് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം നടക്കുമോ എന്നതിൽ സംശയമാണ്. പ്രത്യേകിച്ചും ക്യാപ്റ്റൻ സ്ഥാനം പോലും നഷ്ടമായ ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാകുമോ എന്നതിൽ സംശയമുണ്ട്. അതേസമയം ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ അവിടെ ജയം അനിവാര്യമാണ്. ഓസ്ട്രേലിയയുമായി നടക്കുന്ന ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് അടുത്ത ഏകദിന പരമ്പരയിൽ പോലും പരാജയം നുണയേണ്ടി വന്നാൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക് വഴിയൊരുക്കുന്ന ഒന്നായി മാറും. മാത്രവുമല്ല, പരിക്കിനെ തുടർന്ന് ശുഭ്മാൻ ഗിൽ പരമ്പരയിൽ നിന്ന് പുറത്തായതുകൊണ്ട് 4-ാം നമ്പറിൽ ആരെ ഇറക്കും എന്ന പ്രതിസന്ധിയും ഇന്ത്യ നേരിടുന്നുണ്ട്. ഏകദിന പരമ്പരകളിലും ഇന്ത്യ തുടർച്ചയായി പരാജയപ്പെട്ടാൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ അവസ്ഥ കൂടുതൽ വഷളാകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഏകദിന പരമ്പരയിൽ ജയം സ്വന്തമാക്കി ആ നാണക്കേട് ഒഴിവാക്കാം എന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയവരുള്ള പ്ലേയിങ് 11 നയിക്കുക KL രാഹുൽ ആയിരിക്കും. 3 മത്സര ഏകദിന പരമ്പരയുടെ അവസാന മത്സരം നടക്കുന്നത് ഡിസംബർ 6-നാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.